വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥി എന്ന് വിളിക്കുന്ന ആദ്യത്തെ 5 പുസ്തകങ്ങളായ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, ആവർത്തന പുസ്തകം എന്നിവ രചിച്ചത് മോശയാണെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ 3-ാമത്തെ പുസ്തകമാണ് ലേവ്യരുടെ പുസ്തകം. 27 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിൽ ബലി അർപ്പണത്തെക്കുറിച്ചുള്ള നിയമങ്ങളും പുരോഹിത അഭിഷേകത്തിൻ്റെയും ശുദ്ധീകരണ നിയമങ്ങളും പാപപരിഹാര ദിനത്തെയും 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്നു. 17 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളിലാണ് ലേവ്യരുടെ പുസ്തകത്തിൻ്റെ കാതലായ ജീവിത വിശുദ്ധിയെ വിവരിക്കുന്നത്. കർത്താവ് മോശയെ വിളിച്ച് വിവിധ ബലികൾ എങ്ങനെ അർപ്പിക്കണമെന്ന എല്ലാ നിബന്ധനകളും വിവരിച്ചു കൊടുത്തു. ദഹനബലി, ധാന്യബലി, സമാധാന ബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി എന്നിവ അർപ്പിക്കേണ്ടതിലെ വ്യത്യാസങ്ങൾ വിവരിക്കുന്നു. അഹ്റോനെയും പുത്രന്മാരെയും പുരോഹിത അഭിഷേകത്തിന് ഒരുക്കുന്നതിനു വേണ്ടി കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അവരെ സമാഗമ കൂടാരത്തിൻ്റെ വാതിക്കൽ ഒന്നിച്ചുകൂട്ടി. അനന്തരം മോശ അഹ്റോനെയും പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകി. അഹ്റോനെ കുപ്പായമണിയിച്ച് അരപ്പട്ട് കെട്ടി മേലങ്കി ധരിപ്പിച്ചു. അതിനുമീതെ എഫോദ് അണിയിച്ചു. എഫോദിൻ്റെ വിദഗ്ധമായ നെയ്തെടുത്ത പട്ട അവൻ്റെ അരയിൽ ചുറ്റി. പിന്നീട് ഉരസ്ത്രാണം ധരിപ്പിച്ചു. അതിൽ ഉറീമും തുമ്മീമും നിക്ഷേപിച്ചു. തലപ്പാവ് ധരിപ്പിച്ച് അതിൻ്റെ മുൻവശത്തായി കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ വിശുദ്ധ കിരീടമായ പൊൻതകിടി ചാർത്തി. അനന്തരം അഭിഷേക തൈലമെടുത്ത കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ച് അതിൽ നിന്ന് കുറച്ചെടുത്ത് ബലിപീഠത്തിൽ 7 പ്രാവശ്യം തെളിച്ചു. ലേവ്യർ 8-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.